Welcome back, Kerala New Driving Learners License Mock Test. Are you ready? Let's go. Dears, ലേണേഴ്സ് എക്സാമിൽ സമയം വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മോക്ക് ടെസ്റ്റ് യഥാർത്ഥ പരീക്ഷ പോലെ ടൈം സെറ്റ് ചെയ്ത് തയ്യാറാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ സ്പീഡും കോൺഫിഡൻസും വർദ്ധിപ്പിച്ച് എക്സാമിൽ നല്ല സ്കോർ നേടാൻ സഹായിക്കും. വീഡിയോയിലോട്ട് പോവാം. ചോദ്യം 1. നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഒരു കാൽനട യാത്രക്കാരൻ റോഡ് മുറിച്ച് കടക്കാൻ സീബ്ര ലൈനിലേക്ക് ചുവടുവെച്ചാൽ. ഓപ്ഷൻസ്: എ. സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ച് കടക്കുവാൻ അനുവദിക്കുക. ബി. സീബ്ര ലൈനിൽ വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ച് കടക്കുവാൻ അനുവദിക്കുക. സി. ഹോൺ മുഴക്കി വാഹനത്തിൻ്റെ വേഗത കൂട്ടി മുന്നോട്ട് പോകുക. ഡി. ഹെഡ്ലൈറ്റ് മിന്നിച്ച് മുന്നോട്ട് പോകുക. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ എ. സ്റ്റോപ്പ് ലൈനിന് മുമ്പ് വാഹനം നിർത്തി അവരെ റോഡ് മുറിച്ച് കടക്കുവാൻ അനുവദിക്കുക. ചോദ്യം 2. റോഡിലെ ഇടവിട്ടിട്ടുള്ള വെള്ള വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. വരകൾ മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണം ഇല്ല. ബി. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടന്ന് ഓവർടേക്ക് ചെയ്യാം. സി. നിങ്ങൾക്ക് റോഡിൽ പ്രവേശിക്കുകയോ പുറത്തു പോകുകയോ ചെയ്യാം. ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. 3 ആൻസേഴ്സും ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് സെലക്ട് ചെയ്യേണ്ടത്. അടുത്ത ചോദ്യം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിൻ്റെ മധ്യഭാഗത്ത് ഇടവിട്ട് മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ. വരകൾ മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണം ഇല്ല. ബി. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. സി. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. ഡി. അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ച് കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ബി. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കിടക്കാം. ഓവർടേക്ക് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ പാതയിലേക്ക് വരണം. ചോദ്യം 4. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള വെള്ള വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: വരകൾ മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണം ഇല്ല. ബി. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. സി. അത്യാവശ്യ ഘട്ടങ്ങളിൽ വരകൾ മുറിച്ച് കടന്ന് വേഗത്തിൽ ഡ്രൈവ് ചെയ്യാം. ഡി. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ബി. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട വെള്ളവര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ അനുവാദമില്ല. ഓപ്ഷൻ ബി. 2 വരികൾക്കിടയിലുള്ള മീഡിയനായി പരിഗണിക്കാം. ഓപ്ഷൻ സി. ഈ വരകൾ ഇരട്ട വിഭജന ലൈനുകളാണ്. ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ അനുവാദമില്ല. 2 വരികൾക്കിടയിലുള്ള മീഡിയനായി പരിഗണിക്കും. ഈ വരകൾ ഇരട്ട വിഭജന ലൈനുകളാണ്. അതുകൊണ്ടാണ് ഡി എന്ന ഉത്തരം വന്നിട്ടുള്ളത്. 3 ഉത്തരവും ശരിയായതുകൊണ്ട്. പിന്നെ ഈ ഒരു മോക്ക് ടെസ്റ്റ് ഇങ്ങനെ ടൈം വെച്ച് നിങ്ങൾക്ക് പഠിക്കുന്നത് കൊണ്ട് എക്സാം ഈസി ആയിട്ട് മാറും. ചോദ്യം 6. റോഡിലെ മധ്യഭാഗത്ത് തുടർച്ചയായുള്ള ഇരട്ട മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഓപ്ഷൻസ്: എ. വരകൾ മുറിച്ച് കടക്കുന്നതിന് നിയന്ത്രണം ഇല്ല. ബി. സ്റ്റോപ്പ് ലൈൻ. സി. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. ഡി. സുരക്ഷിതമായിരിക്കുമ്പോൾ നിങ്ങൾക്ക് ലൈൻ മുറിച്ച് കടക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ സി. ഒരു സാഹചര്യത്തിലും നിങ്ങൾക്ക് വരകൾ മുറിച്ച് കടക്കാൻ കഴിയില്ല. അടുത്ത ചോദ്യം. ചോദ്യം 7. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ എഡ്ജ് ലൈൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ. കാരേജ് വേയുടെ അരികിൽ അടയാളപ്പെടുത്തിയ ലൈൻ.
ബി എഡ്ജ് ലൈനുകൾ തുടർച്ചയായ വെള്ള അല്ലെങ്കിൽ മഞ്ഞ വരയാണ്. സി നിങ്ങൾ ഏതിലെയാണ് പോകേണ്ടത് എന്ന് അറിയാൻ എഡ്ജ് നിങ്ങളെ സഹായിക്കുന്നു. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. 7 ചോദ്യങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക. ചോദ്യം 8. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന റംബിൾ സ്ട്രിപ്പുകൾ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ റംബിൾ സ്ട്രിപ്പുകൾ കാരേജ് വേയുടെ കുറുകെ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന പ്രതലങ്ങളാണ്. ബി റംബിൾ സ്ട്രിപ്പുകൾ വേഗത കുറയ്ക്കേണ്ടുന്ന മേഖലയാണ്. സി റംബിൾ സ്ട്രിപ്പുകൾ മുകളിലൂടെ വാഹനം ഓടിക്കുമ്പോൾ മുഴങ്ങുന്ന ശബ്ദത്തോടൊപ്പം വാഹനം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. അതായത് ഓപ്ഷൻ എയും ബിയും സിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ റംബിൾ സ്ട്രിപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ആൻസർ മുകളിൽ പറഞ്ഞവയെല്ലാം എന്നുള്ളത് വരുന്നത്. അടുത്ത ചോദ്യം 9. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിന്റെ അരികിലുള്ള തുടർച്ചയായ മഞ്ഞ വര കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. ബി നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാം. സി നിങ്ങൾക്ക് അവിടെ വാഹനങ്ങൾ നിർത്താം. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ എ പാർക്കിംഗ് നിയന്ത്രണങ്ങൾ ഉള്ളതായി അറിയിക്കുന്നു. 10ാമത്തെ ചോദ്യം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ റോഡിന്റെ മധ്യത്തിൽ ട്രാഫിക് ഐലൻഡ് അഥവാ മീഡിയൻ സ്ട്രിപ്പുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് ട്രാഫിക് ഐലൻഡ് എന്നത് ഗതാഗതത്തിന് ദിശ കാണിക്കുന്നതിന് വേണ്ടി അടയാളപ്പെടുത്തിയിരിക്കുന്ന റോഡിലെ ഉയർന്ന പ്രതലമാണ്. ബി എതിർദിശയിൽ സഞ്ചരിക്കുന്ന വാഹനങ്ങളെ വേർതിരിക്കുന്ന ഭാഗമാണ് മീഡിയൻ സ്ട്രിപ്പ്. സി മീഡിയൻ സ്ട്രിപ്പ് പാർക്കിംഗ് ഏരിയ ആണെന്ന് ഒരു ബോർഡ് പറയുന്നില്ലെങ്കിൽ നിങ്ങളൊരു മീഡിയൻ സ്ട്രിപ്പിൽ നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യരുത്. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. ഈ ഒരു ട്രാഫിക് ഐലൻഡ് എന്നത് ഈ പറഞ്ഞ എ ബി സിയിലെ കാര്യങ്ങൾ മുഴുവൻ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്യുക. 11ാമത്തെ ചോദ്യം. റോഡിന്റെ അരികിലുള്ള സിഗ്സാഗ് വരകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ് എ വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുകയോ ചെയ്യുന്നത് നിരോധിച്ചിട്ടുണ്ട്. ബി കാൽനട ക്രോസിംഗുകൾ, സ്കൂളുകൾ, ആശുപത്രികൾ എന്നിവ ഉണ്ടെന്നുള്ള മുന്നറിയിപ്പ്. സി അപകടകരമായ സാഹചര്യങ്ങൾ മുന്നിലുണ്ടെന്നുള്ള സൂചന. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. വാഹനം നിർത്തുകയോ പാർക്ക് ചെയ്യുന്നതോ നിരോധിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു 3 ഓപ്ഷനും ശരിയാണ്. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യം. കാരേജ് വേയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന യെല്ലോ ബോക്സ് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ മുന്നിലുള്ള എക്സിറ്റ് തടസ്സമില്ലെങ്കിൽ ഒരു യെല്ലോ ബോക്സിൽ പ്രവേശിക്കാം. ബി വാഹനത്തിന് യെല്ലോ ബോക്സിൽ നിർത്താതെ കടന്നുപോകാൻ സാധിക്കുമെങ്കിൽ പ്രവേശിക്കാം. സി യെല്ലോ ബോക്സ് നിർത്തുന്നത് പിഴ ചുമത്താവുന്ന കുറ്റമാണ്. ഡി മുകളിൽ പറഞ്ഞവയെല്ലാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം. 13ാമത്തെ ചോദ്യം. ഏത് ട്രാഫിക്കാണ് ചിത്രത്തിൽ കാണുന്നത്? ഓപ്ഷൻ എ 6 വരി ഗതാഗതം. ബി 4 വരി ഗതാഗതം. സി ഒറ്റ വരി ഗതാഗതം. ഡി ഇരട്ട വരി ഗതാഗതം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ഡി ഇരട്ട വരി ഗതാഗതം. 14ാമത്തെ ചോദ്യം. ചിത്രത്തിൽ കാണുന്ന തുടർച്ചയായ മഞ്ഞ വരയുടെ ഭാഗത്തുള്ള വാഹനങ്ങൾ. ഓപ്ഷൻസ് തുടർച്ചയായ മഞ്ഞവര മുറിച്ചു കടക്കാം. ബി തുടർച്ചയായ മഞ്ഞവര മുറിച്ചു കടക്കാൻ കഴിയില്ല. സി അത്യാവശ്യ ഘട്ടങ്ങളിൽ കടക്കാം. ഡി അത്യാവശ്യ ഘട്ടങ്ങളിൽ നിർത്താം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
ആൻസർ ഓപ്ഷൻ ബി, തുടർച്ചയായ മഞ്ഞവര മുറിച്ചു കടക്കാൻ കഴിയില്ല. 15ാമത്തെ ചോദ്യം. ചിത്രത്തിൽ നിങ്ങൾക്ക് ഈ റോഡിൽ യു ടേൺ എടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: വര മുറിച്ച് കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ മുന്നോട്ട് പോകുക, ബി, കണ്ണാടിയിൽ നോക്കി സിഗ്നൽ നൽകി തിരിയുക, സി, എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകുന്നതിനുള്ള സിഗ്നൽ കാണിച്ചു തിരിയുക, ഡി, എതിർവശത്ത് നിന്ന് വാഹനം വരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് കടന്നു പോകാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ എ, വര മുറിച്ചു കടക്കുന്നത് നിരോധിച്ചിരിക്കുന്നതിനാൽ മുന്നോട്ട് പോകുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്കോർ കമൻറ്റ് ചെയ്യുക. അടുത്തത് 16ാമത്തെ ചോദ്യം. ഒരു പാതയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ്: എ, റിയർ വ്യൂ മിററിലൂടെ സുരക്ഷിതമായ ഇടം പരിശോധിക്കുകയും സുരക്ഷിതമാണെങ്കിൽ പാത മാറ്റുകയും ചെയ്യുക, ബി, നിങ്ങൾ പാത മാറ്റാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പ് ബ്ലൈൻഡ് സ്പോട്ട് പരിശോധിച്ച് ശരിയായ ടേൺ സിഗ്നൽ നൽകുക, സി, സുരക്ഷിതമായ ഇടത്തിനായി 2 തവണ പരിശോധിക്കുകയും ശരിയായ സിഗ്നലിനൊപ്പം ലെയിൻ ക്രമേണ മാറ്റുകയും ചെയ്യുക, ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം. ഓപ്ഷൻ എയും ബിയും സിയിലെയും വിവരങ്ങൾ ശരിയാണ്. അപ്പോൾ ഡി ആണ്, മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. അതാണ് ഉത്തരം. അടുത്ത ചോദ്യം 17ാമത്തേത്. കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ഏത് വാഹനത്തിന് വര മുറിച്ച് കടക്കാൻ കഴിയും? ഓപ്ഷൻസ്: എ, 2 കാറുകൾക്കും ജാഗ്രതയോടെ വര മുറിച്ച് കടക്കാൻ കഴിയും, ബി, തുടർച്ചയായ മഞ്ഞവരയുടെ വശത്തുള്ള മെറൂൺ കാറിന് ജാഗ്രതയോടെ മുറിച്ച് കടക്കാൻ കഴിയും, സി, ഇടവിട്ട മഞ്ഞവരയുടെ വശത്തുള്ള വെളുത്ത കാറിന് ജാഗ്രതയോടെ വര മുറിച്ച് കടക്കാൻ കഴിയും, ഡി, മഞ്ഞവരയുള്ളതിനാൽ 2 കാറുകൾക്കും റോഡ് മുറിച്ച് കടക്കാൻ കഴിയില്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ സി, ഇടവിട്ട് മഞ്ഞവരയുടെ വശത്തുള്ള വെളുത്ത കാറിന് ജാഗ്രതയോടെ വര മുറിച്ച് കടക്കാൻ കഴിയും. അടുത്ത ചോദ്യം 18ാമത്തെ ചോദ്യം. റോഡിന് കുറുകെ ഇടവിട്ടിട്ടുള്ള ഇരട്ട വെള്ളവരകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻസ്: എ, വാഹനം നിർത്തി പ്രധാന റോഡിലെ വലത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക, ബി, പ്രധാന റോഡിലേക്ക് സ്വതന്ത്രമായി ഇരുദിശയിലേക്കും പ്രവേശനം അനുവദിച്ചിരിക്കുന്നു, സി, വരകൾ മുറിച്ച് കടക്കരുത്, ഡി, മുകളിൽ പറഞ്ഞവ ഒന്നും ശരിയല്ല. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ എ ആണ്, വാഹനം നിർത്തി പ്രധാന റോഡിലെ വലത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. സ്കോർ അവസാന ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് ഇതുവരെയുള്ള സ്കോർ കമൻറ്റ് ചെയ്യുക. 19ാമത്തെ ചോദ്യം. ഇടവിട്ട് വരകൾക്കിടയിലുള്ള ഈ ദിശാചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ഇടത്തോട്ട് തിരിഞ്ഞ് പോകുക, ഇടത് ലൈനിലേക്ക് മടങ്ങാൻ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു, വാഹനത്തെ മറികടക്കുന്നത് അനുവദനീയമായ പ്രദേശം, ഇടതുവശത്തു കൂടി മറികടക്കുന്നത് അനുവദിച്ചിരിക്കുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആൻസർ ഓപ്ഷൻ ബി, ഇടത് ലൈനിലേക്ക് മടങ്ങാൻ ഡ്രൈവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഈ ഒരു വീഡിയോ കണ്ടിട്ട് വരകൾ ഒന്നും മനസ്സിലായില്ലേ? എങ്കിലൊരു പരിഹാരമുണ്ട്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് എക്സാമിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ചോദ്യങ്ങളും ഓപ്ഷനുകളും ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് എക്സാമിന് ഉണ്ടാവുക. എന്നാൽ ഇതിലെ പറഞ്ഞ വരകൾ വ്യക്തമായും വിശദമായും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വരകളെല്ലാം, ഞാൻ ഈ കാണിക്കുന്ന വരകളെല്ലാം നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പ്രധാനമായും ഇതിൽ വെള്ളവരയും മഞ്ഞവരയുമാണ് ഉള്ളത്. ആ വെള്ളവരയിലും മഞ്ഞവരയിലും 2 ട്രിക്കുകൾ ഉപയോഗിച്ചാൽ മുഴുവൻ വരകളും പഠിച്ചെടുക്കാം. ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് വെള്ളവരകളെക്കുറിച്ചും മഞ്ഞവരകളെക്കുറിച്ചും യഥാർത്ഥ ചിത്രം കിട്ടണമെന്നില്ല. എന്നാൽ ഞാൻ ഈ പറഞ്ഞ വീഡിയോ, അതായത് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കയറി കണ്ടു നോക്കുക. ഓരോ വരകളും പ്രത്യേകം എന്താണെന്ന് വിശദമായി അതിൽ പറയുന്നുണ്ട്. പിന്നെ വെള്ളവരകളെയും മഞ്ഞവരകളെയും സെപ്പറേറ്റ് ആക്കി വെള്ളവരയിൽ നിന്നും മഞ്ഞവരയിൽ നിന്നും ഒരു 2 ട്രിക്ക് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യനും നിഷ്പ്രയാസം ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.